ബലൂൺ പൊട്ടിപ്പോയി. നമ്മൾ താഴെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് തന്നെ എല്ലാം ജംപ് ചെയ്യണം. ഓക്കെ, ചാടിക്കോ. നീ എന്തിനാ നീന്തുന്നത്? നിനക്ക് പറക്കാലോ. പേടിയിൽ ഞാൻ മറന്നുപോയതാണ്. ഞാൻ തത്ത തന്നെയാണ്. സംശയമുണ്ടോ? രാത്രിയിൽ കള്ളൻ വെക്കും കഴുത്തിൽ കത്തി. നമ്മൾ അവസാനം മരുഭൂമിയിലേക്ക് എത്തി. അടികൈ സുഹൃത്തെ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം. അത് ശരി, ഞാൻ മണലിൽ കുടുങ്ങിയതാണല്ലേ. ഞാൻ ആലോചിക്കായിരുന്നു എങ്ങനെ ഇത്ര പെട്ടെന്ന് രാത്രി ആയതെന്ന്. നിങ്ങൾ എന്തായി കാണിക്കണത്? എന്റെ കയ്യിന്ന് മേടിക്കണോ? നീ ആരോടെ കളിക്കുന്ന? തനിച്ച് വന്നിട്ട് നിനക്ക് ഇത്രയും ധൈര്യമോ? ഓടിക്കോ, ഇവർ വളരെ അപകടം പിടിച്ചവരാണ്. ഇനി ഞങ്ങളുടെ ഏരിയ വന്ന എന്റെ സ്വഭാവം നീ മനസ്സിലാക്കും. കൊച്ചളിയ, ദേ അവിടെ ഒരു കുളം. വെള്ളം കിട്ടിപ്പോയി. ഈ കുളത്തിൽ വെള്ളമില്ലല്ലോ. ആ കാണുന്ന കുളത്തിലാണ് വെള്ളമുള്ളത്. ഇനി കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. അവിടെ നിൽക്കൂ. അത് ഇൻസ്പെക്ടർ പാണ്ട. എടാ മരമണ്ട, ഞാൻ പാണ്ഡയല്ല, എം പാണ്ഡയാണ്. പേര് മംഗൽ പാണ്ഡ. പേടിയുള്ളവരെന്നെ വിളിക്കും പാണ്ഡയെന്ന്, സ്നേഹമുള്ളവർ ചേനു എന്ന് വിളിക്കും. മിണ്ടരുത്. ഫയർ. സാർ, ഇവരെ വേഗം പിടിക്കൂ. ഇവരെ തോക്ക് ഞങ്ങളെ കേടാക്കിയാണ്. തോക്കുകളൊക്കെ കേടായെന്നോ? വേഗം രക്ഷപ്പെടാം. ഒന്ന് വേഗം പോകും. വേഗം പാടാ, ഇവിടുന്ന് രക്ഷപ്പെടാം. അവരെ വിടരുത്. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മിണ്ടി പോകരുത്. എന്റെ അടുത്താണോ നിന്റെയൊക്കെ കളി? ഈ മംഗൽ പാണ്ഡെ യാത്ര പെടുന്നൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ പുലിയാണ്. വിഷു വന്നാൽ നമ്മൾ ഉടുക്കും നല്ല വെള്ളമുണ്ട്. ബലൂൺ സവാരി എന്തായാലും നല്ല രസമുണ്ട്. അടികൈ രമണങ്ങളെ, താങ്ക് യു സോ മച്ച്. മോസ്റ്റ് വെൽക്കം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം. എന്റെ കൂട്ടുകാരനാണ് ഈ രമണ. ഞങ്ങൾ രണ്ടുപേരും എന്നും ഒന്നാ. ചില കാര്യങ്ങൾ ആകാശത്തിലേക്ക് വന്നാലും ഒരിക്കലും മാറുകയില്ല. സംശയമുണ്ടോ? എടാ, ഇതെന്താണ്? എന്താണ് സംഭവിക്കുന്നത്? ചുഴലിക്കാറ്റ് വരാൻ പോവുകയാണ്. രക്ഷിക്കണേ, രക്ഷിക്കണേ.
രക്ഷിക്കണേ. ഹണി നന്നായിട്ടൊന്ന് പിടിച്ചു. എങ്ങോട്ടാണ് പോയത്? ഞാൻ മുകളിലുണ്ട്, മുകളിൽ. ഹണി താഴെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ രക്ഷപ്പെടുത്താം. ഹണി പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാം. നിൽക്കേ, എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ പിടിച്ചിരിക്കും. പിടിച്ചു കഴിഞ്ഞോ? ഇനി എന്തായാലും എനിക്ക് പ്രൊമോഷൻ ഉറപ്പ്. ഈഷ്, വീണ്ടും നിങ്ങൾ വന്നോ? ഈഷ്. ഇൻസ്പെക്ടർ പാണ്ട, ഈ ഫ്ലവർ പോട്ട് കോടിക്കണക്കിന് വിലയുള്ളതാ. ഇത് സൂക്ഷിച്ചു വെച്ചോളൂ. കോടി രൂപയുടെയോ? കോടി രൂപയോ? ഈഷ്, പിടിക്ക്. എന്റെ പ്രൊമോഷൻ രക്ഷപ്പെട്ടു പോവുകയാണ്. ഓയ്! എനിക്ക് വീണ്ടും മരീചിക കാണുന്നു. എനിക്ക് തോന്നുന്നത് അതിലൂടെ കുറെ ആൾക്കാർ വരുന്നുണ്ടെന്നാണ്. എടാ കഴുതേ, സത്യത്തിൽ വരുന്നുണ്ട്. Help! 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 Help, help. Help! ഞങ്ങളെ സഹായിക്കൂ. ഓഹോ, ബലൂൺ സഫാരി ചെയ്യുന്ന നമ്മുടെ രമണയല്ലേ അത്? എന്നെ അവർ മനസ്സിലാക്കി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം. ഞങ്ങൾക്ക് വെള്ളം വേണം. നിങ്ങൾ സുഖമായിരുന്ന് വെള്ളം കുടിക്കും, എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ കൊള്ളയടിക്കാം. കൊള്ളടിക്കുന്നോ? ആരാ നിങ്ങള്? മരുഭൂമിയിലെ കൊള്ളക്കാർ. നമ്മളെ കണ്ടുന്നാ തോന്നുന്നത്. ഇവരെല്ലാവരും നമ്മളെ കാണുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് മിണ്ടാതിരിക്കുന്നത്? സംശയമുണ്ടോ? അതെ, അതെന്താണ്? കാരണം ഇവിടെ നിന്ന് 50 കിലോമീറ്റർ ചുറ്റളവിൽ മരുഭൂമിയാണ്. നിങ്ങൾ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകും? പൊയ്ക്കോ. നാളെ രാവിലെ ചാന്ത് ഗ്രാമത്തിൽ നിങ്ങളെ ഞാൻ വിടും. ചാന്ത് പൊട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്താണ്? ഇവിടുത്തെ ഏതെങ്കിലും സിനിമയുടെ പേരാണോ? ചാന്ത് പൊട്ടലടാ, ചാന്ത് ഗ്രാമം. മതി, ചാന്ത് ഗ്രാമത്തിൽ നമ്മൾ സ്വതന്ത്രരാകും. എങ്ങനെ? ഇന്ന് രാത്രി ഇവർ തോക്കിൽ നമ്മൾ ഈ മണലിടും. അത് റിപ്പയർ ആകും. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോഗി എന്തിനാ രാത്രി മോങ്ങുന്നത്? നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? അടികൈ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം. ഇതാണ് അടിച്ചുപൊളി എന്ന് പറയുന്നത്. ഇവിടെ ജീവനോടെയുള്ള ആരെയും തന്നെ കാണാനില്ല. സംശയമുണ്ടോ? എന്താണ് കൂട്ടുകാരെ, ജോലി ഏതുവരെ ആയി? എല്ലാം വേഗം തീരുവോ? ഇതുവരെ ഒന്നും തന്നെ കിട്ടിയില്ല സാറേ. പിന്നെ കുട്ടികളെ, ഇവന്റെ പേര് നാണു. കണ്ടപ്പോ തന്നെ നാണക്കാരനാണെന്ന് മനസ്സിലായി. അല്ല, ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? കാശ് കൊടുത്തേ തിയേറ്ററിൽ പോയി ഞാൻ സിനിമ കാണൂ. ഹണി, ഇദ്ദേഹത്തിന്റെ പേരാണ് നാണു. അടികൈ. അതെ എന്റെ പൊന്നു കുട്ടികളെ, ഇവനാണ് ഇവിടുത്തെ ജോലിക്കാരൊക്കെ സംഘടിപ്പിക്കുന്നത്. എന്റെ
എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്റെ പൊന്നു കുട്ടികളെ, നിർത്തൂ, നിൽക്കൂ. ഇവിടെ എന്തോ ഉണ്ട്. ഗോലിയാണ്. ഇപ്പോൾ ഒരു കാര്യം പിടികിട്ടി. 100 വർഷങ്ങൾക്ക് മുമ്പ് പോലും ഗോലി കളി ഉണ്ടായിരിക്കുന്നു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഗോലി ആരുടേതാണ്. ഈ ഗോലി എന്റേതാണ്. അമ്മ വഴക്ക് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇന്നലെ കുഴിച്ചിട്ടതാ. സബാഷ് പപ്പൻ, സബാഷ്. ഇതിന് വല്ലാത്ത കനമാണ്. ഇതിനെ തൂക്കി എന്നെ കൊണ്ട് പറക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? താഴേക്ക് ഇട. ഹണി ക്യാച്ച്. എന്റെ ബലം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. സംശയമുണ്ടോ? വേഗം ഓടു സുഹൃത്ത്, വേഗം ഓടൂ. ഹായ്. എന്നെ പിടിക്കാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ നീ ഒരിക്കലും കരുതണ്ട. കുറ്റവാളികളെ ഒരിക്കലും ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. അങ്ങ് ആക്രി കച്ചവടക്കാരനാണോ? എടാ, ആക്രി കച്ചവടക്കാരനല്ല, ആർക്കിയോളജിസ്റ്റാ. അപ്പോൾ ഇദ്ദേഹം ഡോക്ടറാണോ? അല്ലല്ല കുട്ടികളെ, ഞാൻ പുരാതന വസ്തുക്കൾ കണ്ടുപിടിക്കുന്ന ആളാണ്. അതാണ് എന്റെ പണി. വല്ലാത്ത പണിയാണല്ലോ ഇത്. ഈ പണിയെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിയുകയില്ല. വല്ലാത്തൊരു കുഴപ്പം. സംശയമുണ്ടോ? വെറുതെ നിൽക്കുന്ന നായെ കല്ലെറിഞ്ഞാൽ അത് കടിക്കും. ഇദ്ദേഹം ഭൂമിക്കടിയിലുള്ള പുരാതന വസ്തുക്കൾ കണ്ടെടുക്കും. അടികൈ. ഞാൻ പറഞ്ഞത് ശരിയാ, ആക്രി കച്ചവടക്കാരൻ തന്നെ. എടാ, ഇദ്ദേഹം പുരാതന വസ്തുക്കളുടെ ഗവേഷകനാ. ഭൂമിക്കടിയിൽ നിന്നും പഴയ സാധനങ്ങളും ക്ഷേത്രങ്ങളും ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ആളാ. അല്ല, ഭൂമിക്കടിയിൽ എന്തിനാ പഴയ വസ്തുക്കളും ക്ഷേത്രങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത്? ആഗ്രഹം കൊണ്ടാ. അതുകൊണ്ടല്ലേ ഭൂമിയുടെ അടിയിൽ കൂടെ ട്രെയിൻ ഓടിക്കുന്നത്. അങ്ങനെയല്ല കുട്ടികളെ, ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്നതല്ല. പല വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വസ്തുക്കൾ ഭൂമിയുടെ അടിയിൽ പുകഞ്ഞു പോകുന്നു. അതിനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. അതാണ് എന്റെ പണി. അതിനുവേണ്ടിയാ
ഇദ്ദേഹം എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങയുടെ വീട്ടിൽ നിന്ന് എന്താണ് പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്? അല്ലല്ലല്ല, ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കാൻ വന്നതാ. എന്റെ ജോലി ഈ പട്ടണത്തിന്റെ പുറത്തൊരു സ്ഥലത്താണ് നടക്കാൻ പോകുന്നത്. അത് തീരും വരെ ഞാൻ ഇവിടെ താമസിക്കും. അങ്ങനെ ഞങ്ങൾക്കൊന്ന് കാണണം. എന്നാൽ ശരി, രാവിലെ 6 മണിക്ക് നിങ്ങൾ പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളണം. താമസം വരുത്തിയാൽ ഞാൻ അങ്ങ് പോവും. ഞങ്ങളെ കൂട്ടാതെ അങ്ങ് ഒരിക്കലും പോകരുത്. ഒരുപക്ഷെ ഞങ്ങൾ നാളെ വരുന്നത് കൊണ്ട് അങ്ങേക്ക് ഏതെങ്കിലും ഒരു കൊട്ടാരം കണ്ടുപിടിക്കാൻ കഴിയും. ഒരുപക്ഷെ നീ വന്നാൽ അവിടെ കൊട്ടാരം പോയിട്ട് ഒരു കുന്തം പോലും കിട്ടുകയില്ല. ഓക്കെ അങ്കിളെ, നാളെ രാവിലെ അങ്ങയുടെ കൂടെ ഞങ്ങൾ വരാം. അല്ല, ഇവനാണ്. ആരെങ്കിലും എന്നെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവന്റെ കഴുത്ത് ഞാൻ വലിച്ചു നീട്ടി ജിറാഫിന്റേത് പോലെയാക്കും. എടാ, അവൻ പോപ്പറ്റിനെ കൊണ്ട് പോയി. അവൻ തീർച്ചയായിട്ടും എവിടെ പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് പോപ്പട്ടിനെ രക്ഷിക്കണം. എന്നോടൊപ്പം കൂടിയാൽ നിങ്ങൾക്ക് അവനെ തീർച്ചയായിട്ടും രക്ഷിക്കാൻ കഴിയും. എനിക്ക് എന്റെ കേസ് തീർക്കാനും പറ്റും. ഒരു വെടിക്ക് 2 പക്ഷി. പക്ഷെ ഞങ്ങൾ 3 പേരുണ്ടല്ലോ. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. വേഗം വരൂ. ജമുന പ്രസാദിന്റെ ആൾക്കാരല്ലേ നിങ്ങള്? ഇന്ന് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. പോകുന്നു, അവനെ നമുക്ക് പിടിക്കാം, എന്നിട്ട് പോപ്പട്ടിനെ രക്ഷിക്കാം. ഓ, ജമുന പ്രസാദാണോ നിങ്ങളെ അയച്ചത്? എടാ, ഒരു സാധു മിണ്ടാതിരുന്നാൽ നിങ്ങൾ അവനെ ഭീരുവായിട്ട് കണക്കാക്കരുത്. സംശയട്ടോ? വാടാ, ഞാൻ ആരാണെന്ന് നിനക്കിന്ന് കാണിച്ചു തരാം. കൂട്ടുകാരെ, സംഘമാണ് എന്നും ശക്തി. ഒന്നിച്ചാക്രമിക്കൂ. അയ്യോ, പിടിക്ക്, അത് താഴെ വീഴുന്നാൽ ഉടൻ തന്നെ പൊട്ടും. പിടിക്ക്. അവരുടെ കയ്യിൽ പോകുന്ന തോന്നുന്നത്.
പൊപ്പട്ടെ ലോക്കപ്പിനകത്തേക്ക് പോ. നിക്കാനാ പറഞ്ഞേ. ഡാ, ഡാ, നിക്കടാ. ഡാ, ഡാ, എടാ, നിക്കടാ അവിടെ. ഡാ, ഡാ.